ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു മാങ്ങ കൊണ്ടൊരു നാടൻ മാങ്ങക്കറി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാങ്ങ ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, 10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, കുറച്ച് ഉലുവ, 1/4 ടീസ്പൂൺ കടുക്, ചെറിയ പീസ് നാളികേരം ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞത്, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. ഇനി ഒരു തേങ്ങ പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ 1/4 കപ്പ് ഒന്നാം പാല്, 1/4 കപ്പ് രണ്ടാം പാല്. ഇനി നമുക്ക് ഈ മസാലകളെല്ലാം കൂടെ മിക്സ് ചെയ്യാം. മാങ്ങ, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, മുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെറിയ പീസാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന നാളികേര കുത്ത് അതിലിട്ടൊന്ന് വറുത്തെടുക്കാം. കരിയാതെ നോക്കണം. ഒന്ന് വറുത്ത് കോരിയെടുക്കാം. നാളികേരക്കൊത്ത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി അത് കോരിയെടുക്കാം. ആ ഓയിലിലേക്ക് ഞാൻ കുറച്ച് ഉരുവിട്ട് കൊടുത്തു. അത് പാകമായി വന്നപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങയുടെ മിക്സ് എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. പതുക്കെ ഒന്ന് വഴറ്റുക. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മസാല എല്ലാം കൂടെ നന്നായി പിടിക്കും. 1 മിനിറ്റ് അങ്ങനെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന രണ്ടാം പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കുക. നല്ല രീതിയിൽ ഇതൊന്ന് തിളയ്ക്കണം. മസാലയെല്ലാം കൂടെ മിക്സായി ഒന്ന് റെഡി ആവട്ടെ. രണ്ടാം പാൽ ഒഴിച്ചത് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റത്തെ പാല് ഒഴിച്ചു കൊടുക്കാം. പതുക്കെ ഇളക്കി കൊടുക്കാം. ഇത് ഒരുപാട് സമയം വെക്കേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്കത് തീ ഓഫ് ചെയ്യാം. ഫസ്റ്റ് പാൽ ഒഴിച്ചതിന് ശേഷം തിളച്ച് വന്നു. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 1/2 ടീസ്പൂൺ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കടുക് ഇട്ട് കൊടുത്തു. ഒന്ന് പൊട്ടി വരട്ടെ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ പീസും അതിൽ കൂടെ ഇട്ട് കൊടുത്തു. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. പാകമായിട്ടുണ്ട്. നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.